നെക്സ്റ്റ് നമ്മൾ ജേക്കബിയൻ ഡെറിവേറ്റീവ് മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒരു മെട്രിക്സ് ആണ്. ആ മെട്രിക്സിനുള്ളിൽ എഴുതേണ്ടത് നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷന് എം ഭാഗങ്ങളുണ്ട്. ജനറലായിട്ട് എം ഭാഗങ്ങൾ, F1 F2 അങ്ങനെ F1. ഇത് ഫംഗ്ഷൻ ഓഫ് n വേരിയബിൾസ് ആണ്, x1 x2 etc. xn. ഇപ്പോൾ 2 വേരിയബിളാണ് നമ്മൾ xy എന്ന് എഴുതും, 3 വേരിയബിളാണ് xy z എന്നൊക്കെ എഴുതും. n വേരിയബിളാകുമ്പോൾ ജനറലായിട്ട് x1 x2 etc. xn എഴുതാം. പക്ഷേ ഇത് ഫംഗ്ഷൻ എന്താണ്? ആ ഫംഗ്ഷന് m ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ ഭാഗം F1, അതിൻ്റെ എല്ലാ ഡെറിവേറ്റീവ്സ് എഴുതാം. വിത്ത് റെസ്പെക്ട് x1, അതുപോലെ വിത്ത് റെസ്പെക്ട് x2, അതുപോലെ ലാസ്റ്റ് വിത്ത് റെസ്പെക്ട് x. അതൊക്കെ ആദ്യത്തെ റോയിൽ എഴുതാം മെട്രിക്സിൻ്റെ. ഡോ F1 ബൈ ഡോ x1, ഡോ F1 ബൈ ഡോ x2 എക്സെട്ര, ഡോ F1 ബൈ ഡോ xn. എന്നുവെച്ചാൽ ഈ ഫംഗ്ഷൻ്റെ ആദ്യത്തെ പാർട്ടിനെ എല്ലാ വേരിയബിൾ അനുസരിച്ചും ഡെറിവേറ്റീവ് കണ്ടിട്ട് ഫസ്റ്റ് റോയിൽ എഴുതുക. പിന്നെ അടുത്ത റോയിലോ രണ്ടാമത്തെ ഫംഗ്ഷൻ ഇതുപോലെ തന്നെ ഓരോന്നിനനുസരിച്ചും ഡെറിവേറ്റീവ് കണ്ടിട്ട് എഴുതുക. ഇങ്ങനെ ലാസ്റ്റ് റോയിൽ mth റോ കണ്ടോ, അതായത് രണ്ടിങ്ങനെ mth റോയിൽ ഇങ്ങനെ തന്നെ എഴുതുക. അപ്പോൾ m റോസ് ഉണ്ടാവും, n കോളംസ് ഉണ്ടാവും. കാരണം വേരിയബിൾസ് n വേരിയബിൾസ് ആണ്. അപ്പോൾ ഒരു m/n മെട്രിക്സ് ആണ്. ഇതിനെ DF എന്ന് ഡിനോട്ട് ചെയ്യും. DF എന്ന് ഡിനോട്ട് ചെയ്യും. ഇതിനെയാണ് ജേക്കബിയൻ ഡെറിവേറ്റീവ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്ക് 2 വേരിയബിളും അതുപോലെ ഫംഗ്ഷന് 2 ഭാഗങ്ങളുണ്ട്. ഫംഗ്ഷൻ F1 F2 എന്ന് പറയുന്ന 2 ഭാഗങ്ങളും 2 വേരിയബിളിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ഫസ്റ്റ് റോയിൽ എന്താ എഴുതേണ്ടത്? ഈ F1ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് x വിത്ത് റെസ്പെക്ട് y, അതാണ് ഡോ F1 ബൈ ഡോ x എഴുതണം, ഡോ F1 ബൈ ഡോ y എഴുതാം. സെക്കൻഡ് റോയിൽ അതായത് F2ൻ്റെ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് x വിത്ത് റെസ്പെക്ട് y, ഡോ F2 ബൈ ഡോ x ഡോ F2 ബൈ ഡോ y. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ 2 ഫംഗ്ഷൻ ഉണ്ട്. g(x(y) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. g(x(y) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? x² + 1 y² ആണ് അതിൻ്റെ ആൻസർ. അതുപോലെ f(u(v) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അതെന്താ ചെയ്യുന്നത്? യുവിൻ്റെ v ആണെങ്കിൽ ആദ്യത്തെ ഭാഗം അത് 2 ആഡ് ചെയ്യുകയാണ്. 2 ആഡ് ചെയ്തിട്ട് രണ്ടാമത്തെ ഭാഗം രണ്ടാമത്തിൻ്റെ സ്ക്വയറുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് f(g(x(y) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിട്ട് അതിൻ്റെ ജേക്കബിയൻ മെട്രിക്സ് ആണ് എഴുതാൻ പറയുന്നത്. ആദ്യം ഇത് കാണണം, f(g(x(y) കാണണം. അപ്പോൾ എന്താണ് f(g(x(y) എന്ന് പറഞ്ഞാൽ? f(g(x(y) എന്ന് പറഞ്ഞാൽ f(g(x(y) അങ്ങ് എഴുതുക. അതേതാണ്? x² + 1 y² കേട്ടോ, ഇങ്ങനെ എഴുതുക. f(g(x(y) ആണ് നമുക്ക് കാണേണ്ടത്, അതിൻ്റെ മെട്രിക്സാണ് കാണുന്നത്. അപ്പോൾ അത് എഴുതി വെക്കുക. ആദ്യം f(g(x(y) എഴുതി വെക്കുക. എന്നിട്ട് f(g(x)y) എന്ന് എഴുതുമ്പോൾ g(x)y) നമുക്കറിയാം, അതങ്ങ് കൊടുക്കുക. x² + 1 y². അപ്പോൾ അത് f(u(v) എന്ന രൂപത്തിലായില്ലേ? f(u(v) എന്ന, അപ്പോൾ u ഇതാണ്, v ഇതാണ്. അപ്പോൾ f(u(v) എന്ന് എഴുതുക. അപ്പോൾ u എന്താണ്? x² + 1 ആണ്, v y² ആണ്. u എന്ന് പറഞ്ഞാൽ x² + 1 ആണ്, v y² ആണ്. പക്ഷേ f(u(v)ൻ്റെ ആൻസർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? u + v v² ആണ്. അപ്പോൾ u + v എന്ന് പറഞ്ഞാൽ എന്താ? 2 ആഡ് ചെയ്യുക. v² എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേൻ്റെ സ്ക്വയർ, v²ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതെന്താ ആൻസർ? x² + y² + 1 ആദ്യത്തെ ഭാഗം, രണ്ടാമത്തെ ഭാഗം y⁴ ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ 2 ഭാഗങ്ങളായി. അവസാനം നമ്മളോട് പറഞ്ഞ ഈ ഫംഗ്ഷൻ ഇതിൻ്റെ മെട്രിക്സാണ് കാണേണ്ടത്, ജേക്കബിയൻ മെട്രിക്സാണ് കാണേണ്ടത്. അപ്പോൾ ഈ ഫംഗ്ഷൻ 2 ഭാഗങ്ങളുണ്ട്, F1 F2. ശരി, അപ്പോൾ F1 എന്ന് പറഞ്ഞാൽ x² + y² + 1 ആണ്, F2 എന്ന് പറഞ്ഞാൽ y⁴ ആണ്. ഇനി എന്താ മെട്രിക്സ് എങ്ങനെ എഴുതുക? F1ൻ്റെ വിത്ത് റെസ്പെക്ട് x വിത്ത് റെസ്പെക്ട് y അങ്ങ് എഴുതുക ഫസ്റ്റ് റോയിൽ. അതുപോലെ F2ൻ്റെ വിത്ത് റെസ്പെക്ട് x വിത്ത് റെസ്പെക്ട് y കണ്ട് സെക്കൻഡ് റോയിൽ എഴുതുക. പക്ഷേ പോയിന്റ് പറഞ്ഞിട്ട് 1 കാണണം. അപ്പോൾ എന്താണ് ഡോ F1 ബൈ ഡോ x? x² 2x ഉണ്ടാവും, y² + 1 ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്, വിത്ത് റെസ്പെക്ട് x അല്ലേ? അപ്പോൾ 0 ആയിപ്പോൾ 2x ഉണ്ട്. പക്ഷേ എവിടെയാണ് 1 കാണാം. അപ്പോൾ x-ന് 1 കൊടുക്കണം, y-ക്ക് 1 കൊടുക്കണം. അപ്പോൾ x ഉള്ളൂ ഇവിടെ. അപ്പോൾ 2 × 1 2 ഉണ്ട്. അതുപോലെ അടുത്ത ആ റോയിൽ തന്നെ എഴുതേണ്ട ഏതാണ്? ഇതിന് വിത്ത് റെസ്പെക്ട് y. അപ്പോൾ ഡോ F1 ബൈ ഡോ y. അപ്പോൾ F1 ഇതാണ്. വിത്ത് റെസ്പെക്ട് y കാണുമ്പോൾ x² കോൺസ്റ്റൻ്റ് ആണ്, 1 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 0 ആയിപ്പോൾ y-ൻ്റെ 2y വരും. ഇനി 1 y-ക്ക് 1 കൊടുക്കുക. അപ്പോൾ 2 × 1 2. ഇതാണ് 2 2 ആണ് നമ്മൾ ഫസ്റ്റ് റോയിൽ എഴുതേണ്ടത്. ഓക്കെ, സെക്കൻഡ് റോയിൽ എഴുതേണ്ടത് F2ൻ്റെ വിത്ത് റെസ്പെക്ട് x, ഡോ F2 ബൈ ഡോ x,
അതുപോലെ ഡോ F2 ബൈ ഡോ വൈ ആണ്. F2 എന്ന് പറഞ്ഞാൽ y4 ആണ്. y4 ആണ് F2. അതിന് വിത്ത് റെസ്പെക്ട് എക്സ് കണ്ടാൽ 0 ആണ്. കാരണം y4 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് വിത്ത് റെസ്പെക്ട് എക്സിലേ എക്സ് ഇല്ലാത്തതല്ലേ y4, അപ്പോൾ 0 ആയിപ്പോയി. അതുപോലെ ഡോ F2 ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് y ആകുമ്പോൾ y4 ആണ് F2. അതിന് വിത്ത് റെസ്പെക്ട് y ഡെറിവേറ്റീവ് കണ്ടാൽ 4y³ ആണ്. y ക്ക് 1 കൊടുക്കണം. 1 പറഞ്ഞ പോയിൻ്റല്ല. അപ്പോൾ 4 × 1³ 4 ആൻസർ കിട്ടി. അപ്പോൾ ഈ 0 4 ആണ് സെക്കൻഡ് റോയിൽ എഴുതേണ്ടത്. ഫസ്റ്റ് റോയിൽ നേരത്തെ പറഞ്ഞ 2 2 ആണ് എഴുതേണ്ടത്. ഇതാണ് ഇതിൻ്റെ ജക്കോബിയൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ആ പറഞ്ഞ ഫംഗ്ഷൻ്റെ ജക്കോബിയൻ മെട്രിക്സ് f(g(x, y) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ജക്കോബിയൻ മെട്രിക്സ് ആണ് ഇത്. എവിടെ ഏത് പോയിന്റിൽ 1 1 എന്ന് പറഞ്ഞ പോയിന്റിൽ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ചെയിൻ റൂൾ ഫോർ ഡിഫറൻഷിയേഷൻ ആണ്. ചെയിൻ റൂൾ ഫോർ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ 2 വേരിയബിളിൻ്റെ ഫംഗ്ഷനാണ്, x1 x2ൻ്റെ ഫംഗ്ഷനാണ്. പക്ഷേ ആ ഫംഗ്ഷന് 3 ഭാഗങ്ങളുണ്ട്. F1 F2 F3 ഉണ്ട്. F1 എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഓഫ് x1 x2 ആണ്. അതുപോലെ F2 ഒരു ഫംഗ്ഷൻ ഓഫ് x1 x2 ആണ്. F3 ഒരു ഫംഗ്ഷൻ ഓഫ് x1 x2 ആണ്. ഇനി ഈ x1 x2 ഓരോ ഫംഗ്ഷൻസ് ഓഫ് t ആണെന്ന് വെച്ചു, വേറെ ടിൻ്റെ ഫംഗ്ഷനാണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ df/dt കാണാൻ അതിൻ്റെ 3 ഭാഗങ്ങളിലെ അതിനെ വിത്ത് റെസ്പെക്ട് ടി കണ്ടാൽ df1/dt, df2/dt, df3/dt. ഇത് എഫ് ആണ്. F1 F2 F3 ക്യാപിറ്റൽ എഫ് ആണ്. സ്മോൾ f1 സ്മോൾ f2 സ്മോൾ f3. അപ്പോൾ ക്യാപിറ്റൽ എഫിനെ വിത്ത് റെസ്പെക്ട് ടി കാണുക വെച്ചാൽ df/dt കാണാൻ ഓരോ കോമ്പോണൻറ്റിനെയും വിത്ത് റെസ്പെക്ട് ടി കണ്ടാൽ മതി. df1/dt, df2/dt, df3/dt. ഓക്കെ, ഇതെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഒന്ന് കാണുന്നത് പഠിച്ചാൽ മതി. ഇപ്പോൾ df1/dt എങ്ങനെയാണ് കാണുന്നത് വെച്ചാൽ F1 എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് x1 x2 ആണ്. അതിങ്ങനെ എഴുതാം. F1ന് നേരെ 2 വര വരച്ചിട്ട് ഫംഗ്ഷൻ ഓഫ് x1 x2 ആണ്. ഈ x1 ഒരു ഫംഗ്ഷൻ ഓഫ് t ആണ്, x2 ഒരു ഫംഗ്ഷൻ ഓഫ് t ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് അവസാനം F1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫംഗ്ഷൻ ഓഫ് t ആയിരിക്കും. കാരണം ഇവിടെയല്ലേ എത്തുന്നത്, അൾട്ടിമേറ്റ് ആയിട്ട് ഇവിടെയല്ലേ എത്തുന്നത്. ഫംഗ്ഷൻ ഓഫ് t 2 വഴിയിൽ വരാം. അപ്പോൾ F1 ഈസ് എ ഫംഗ്ഷൻ ഓഫ് x1 x2 ആണെങ്കിൽ ഡോ F1/ഡോ x1 കാണാം, ഡോ F1/ഡോ x2 കാണാം. ഇനി x1 ഈസ് എ ഫംഗ്ഷൻ ഓഫ് t സിംഗിൾ വേരിയബിൾ ആകുമ്പോൾ dx1/dt കാണാം. x2 ഈസ് എ ഫംഗ്ഷൻ ഓഫ് t ആകുമ്പോൾ dx2/dt കാണാം. അപ്പോൾ നമുക്ക് ഈ df1 ഇതിനെ വിത്ത് റെസ്പെക്ട് t കാണാൻ ഇത് ഈ വഴിയും വരാം, ഈ വഴിയും വരാം. അതാണ്. അപ്പോൾ df1/dt എന്ന് പറഞ്ഞാൽ ഡോ F1/ഡോ x1 ഇൻറ്റു dx1/dt പ്ലസ് ഇങ്ങനെ വരാം ഡോ F1/ഡോ x2 ഇൻറ്റു dx2/dt. അതാണ് ഈ പറഞ്ഞത്. F1 ഈസ് എ ഫംഗ്ഷൻ ഓഫ് x1 x2, പക്ഷേ x1 x2 വീണ്ടും ഫംഗ്ഷൻ ഓഫ് t ആണ്. അപ്പോൾ ചെയിൻ റൂൾ പ്രകാരം ഡോ F1/ഡോ x1 ഇൻറ്റു dx1/dt പ്ലസ് ഡോ F1/ഡോ x2 ഇൻറ്റു dx2/dt. ഇതുപോലെ F2ന് ഇതുപോലെ തന്നെ ഡോ F2/ഡോ x1 ആദ്യം, പക്ഷേ x1 എന്താ ഫംഗ്ഷൻ ഓഫ് t ആണ്, ഇൻറ്റു dx1/dt പ്ലസ് ഡോ F2/ഡോ x2 ഇൻറ്റു dx2/dt. ഇതുപോലെ F3ക്ക് എഴുതുന്നത്. ഈ രീതിയിലാണ് നമ്മൾ ചെയിൻ റൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. ഒരു ഫംഗ്ഷൻ f is equal to f of x y is a function of x and y എന്നർത്ഥം. എക്സിൻ്റെ വൈയിൽ ഫംഗ്ഷനാണ്. ഓൾസോ എക്സ് ഈക്വൽ ടു ഇതിൽ എക്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് ആർ ആണ്. വൈ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് എസ് ആണ്. ടി ആൻഡ് എസ് അങ്ങനെ വരികയാണ്. പിന്നെ എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. ഓൾസോ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് ആർ, വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് ആർ. അങ്ങനെയാണ്. ടി ആൻഡ് ആർ, എസ് അല്ല ആർ തന്നെയാണ് ഇവിടെ, അത് മാറ്റിത്തരാം. ടി ആൻഡ് ആർ. അങ്ങനെയാണെങ്കിൽ എക്സ് പിന്നെ ദാറ്റ് ഈസ് എക്സ് ആൻഡ് വൈ ആർ ഫങ്ഷൻസ് ഓഫ് ടി ആൻഡ് ആർ എന്നാണ്. എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് ആർ, വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് ആർ. അപ്പോൾ എക്സും വൈയും ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് ആർ ആണ്. ദെൻ എഫ് ഓഫ് എക്സ് വൈ, എഫ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എഴുതുമ്പോൾ എക്സിന് പകരം എന്ത് എഴുതും? എക്സ് ഓഫ് ടി ആർ ഇങ്ങനെ എഴുതാം. എക്സിന് പകരം എക്സ് ഓഫ് ടി ആർ എഴുതാം, വൈക്ക് പകരം വൈ ഓഫ് ടി ആർ എന്ന് എഴുതുമ്പോൾ
എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആർ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് ആർ എന്ന രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ അവസാനം നോക്കുമ്പോൾ എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് ആർ ആയിരിക്കും. എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ പക്ഷേ എക്സും വൈ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് ആർ അല്ലേ. ഇപ്പോൾ ലാസ്റ്റ് നോക്കുമ്പോൾ എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് ആർ ആണ്. അതുകൊണ്ട് നമുക്ക് ഡോ എഫ് ബൈ ഡോ ടിയും ഡോ എഫ് ബൈ ഡോ ആറും കാണാൻ പറ്റും. ഓക്കെ, അതാണ് നോക്കുന്നത്. നോക്കാം, എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. ഈ എക്സ് ഫംഗ്ഷൻ ഓഫ് ടിയും ആറാണ്, അതുപോലെ വൈയും ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് ആറാണ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമുക്ക് എഫ് അവസാനമായിട്ടൊരു ഫംഗ്ഷൻ ഓഫ് ടി ആവാം, ഫംഗ്ഷൻ ഓഫ് ആറും ആവാം, അതാ പറയുന്നത്. അപ്പോൾ നമുക്ക് ഡോ എഫ് ബൈ ഡോ ടി കാണാം, ഡോ എഫ് ബൈ ഡോ ആറും കാണാം. പക്ഷേ ഡോ എഫ് ബൈ ഡോ ടി കാണുമ്പോൾ ഈ വഴിയിലൂടെ വരാം, ഈ വഴിയിലൂടെ വരാം, രണ്ട് തരത്തിലാണ്. ഇപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് കാണാം, ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി വരാം, ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി വരാം. അങ്ങനെ. അതുപോലെ വിത്ത് റെസ്പെക്ട് ആറാണെങ്കിൽ എഫ് ഫംഗ്ഷൻ ഓഫ് ആറായിട്ട് വരുമ്പോൾ ഡോ എഫ് ബൈ ഡോ ആർ കാണണമെങ്കിൽ ഡോ എഫ് ബൈ ഡോ എക്സ് കാണാം, പിന്നെ ഡോ എക്സ് ബൈ ഡോ ആർ കാണാം. അതുപോലെ ഡോ എഫ് ബൈ ഡോ വൈ കാണാം, ഡോ വൈ ബൈ ഡോ ആർ കാണാം. അങ്ങനെ. അതാണ് ഇവിടെ എഴുതിയത് ഈ തരത്തിൽ. അപ്പോൾ എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. പക്ഷേ എക്സ് വൈ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് ആർ ആകുമ്പോൾ ഈ എഫിന് വിത്ത് റെസ്പെക്ട് ടിയും വിത്ത് റെസ്പെക്ട് ആറും കാണാൻ പറ്റും. വിത്ത് റെസ്പെക്ട് ടിയും വിത്ത് റെസ്പെക്ട് ടു ആറും കാണാൻ പറ്റും. അതാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പിന്നെ ഒരു ഇങ്ങനെ ഒരു ഡയഗ്രാം വരച്ചാൽ ഒരു ഐഡിയ കിട്ടും, ഇങ്ങനെ വരാനുള്ള. ഓക്കെ, ഇനി ഇത് ഈ ഭാഗം ചെയിൻ റൂൾ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ തൽക്കാലം പഠിക്കണ്ട. ഇതിലൊരു പ്രോബ്ലം കൂടി ഉണ്ട്. കൺസിഡർ ഡിമാൻഡ് ഫംഗ്ഷൻ ഓഫ് Q1 ആൻഡ് Q2 ഡിഫൈൻഡ് ബൈ Q1 ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് P1 P2 Y ആയത്. Q1 എന്ന് പറഞ്ഞാൽ P1 P2 Y ആണ്. അതുപോലെ Q2 P1 P2 Yൻ്റെ ഫംഗ്ഷനാണ് അല്ലേ. P1 P2 എന്ന് പറഞ്ഞാൽ പ്രൈസസ് ആണ്, Y എന്ന് പറഞ്ഞാൽ ഇൻകമാണ്. ഇതൊക്കെ എക്കണോമിക്സിലുള്ള ടേംസ് ആണ്. ഇനി ഇതിൽ P1 ഓഫ് ടി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 12t ആണ്, P2 ഓഫ് ടി എന്നുള്ളത് T² ആണ്, Y ഓഫ് ടി T-1 ആണ്. എങ്കിൽ dQ1 ബൈ ഡി ടിയും dQ2 ബൈ ഡി ടിയും T=3 കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് പ്രോബ്ലം. അപ്പോൾ ഈ പ്രോബ്ലം അത്ര എളുപ്പമല്ല. Q1 ഈസ് എ ഫംഗ്ഷൻ ഓഫ് P1 P2 Y ആണ്, മൂന്നെണ്ണത്തിൻ്റെ ഫംഗ്ഷനാണ് Q1. അതുപോലെ Q2 അങ്ങനെ തന്നെയാണ്. Q2 അങ്ങനെ തന്നെ മൂന്നെണ്ണത്തിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പക്ഷേ P1 ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആണ്, P2 ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആണ്, Y ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആണ്. അങ്ങനെ തന്നിട്ടുണ്ട്. P1 ഈസ് റൂട്ട് 12t എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. P2 എന്ന് പറഞ്ഞാൽ T² ആണ്, Y എന്ന് പറഞ്ഞാൽ T-1 ആണ്. അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ dQ1 ബൈ ഡി ടി എങ്ങനെ കാണാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം. അതാണ് ഇവിടെ എഴുതിയത്. ഇതേപോലെ Q2 ഇതേപോലെ പറയാം. Q1 സ്ഥാനത്ത് Q2 വെച്ചിട്ട് പറയാം. അതിൻ്റെ ഫോർമുലയാണ് താഴെ എഴുതിയത്. നമ്മൾ Q1 വിത്ത് റെസ്പെക്ട് ടി കാണണമെങ്കിൽ ഇങ്ങനെ വരാം. ഡോ Q1 ബൈ ഡോ P1 ഇൻറ്റു dP1 ബൈ ഡി ടി പ്ലസ് ഡോ Q1 ബൈ ഡോ P2 ഇൻറ്റു dP2 ബൈ ഡി ടി പ്ലസ് ഡോ Q1 ബൈ ഡോ Y പ്ലസ് ഇൻറ്റു dy ബൈ ഡി ടി. ഇങ്ങനെ. അതുപോലെ Q1 മാറി Q2 ആണെങ്കിൽ അതേപോലെ ഇങ്ങനെ വരും. പക്ഷേ ഇതിൻ്റെ ആൻസർ ഇതിവിടെ ഈ പ്രോബ്ലത്തിൽ ഇത് കാണാൻ കുറച്ച് പ്രയാസമാണ്. ഡെറിവേറ്റീവ്സൊക്കെ കണ്ടിട്ട് ചെയ്യണം. അപ്പോൾ അത് ഒന്ന് നോക്കുക. ഇതിലിപ്പം ഡോ Q1 ബൈ ഡോ P1 എന്നുള്ളതാണ്. ബാക്കി P1 അല്ലാത്ത P2 Y ഒക്കെ വേറെ തന്നെ വെക്കുക. P1ൻ്റെ ആ ഡെറിവേറ്റീവാണിത് ഇങ്ങനെ എഴുതുന്നത്. P1⁻² ഉള്ളതെങ്കിൽ -2 ഇൻറ്റു P1⁻²-. അങ്ങനെയാണ് ഇത് എഴുതുന്നത്. പിന്നെ P1 എന്താണ്, P2 എന്താണ്, Y എന്താണെന്ന് ഇവിടെ ഉണ്ട്, അത് കൊടുത്താൽ മതി. ഓക്കെ, അതുപോലെ ഡോ Q1 ബൈ ഡോ P2 കാണുക, ഡോ Q1 ബൈ ഡോ Y കാണുക അല്ലേ. എന്നിട്ട് പിന്നെ dP1 ബൈ ഡി ടി, dP2 ബൈ ഡി ടി, dy ബൈ ഡി ടി ഇത്രയും കാണുക.
എന്നിട്ട് ഇവ ആ ഫോർമുലയിൽ കൊടുത്താൽ dq1/dt കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇങ്ങനെയാണ്. അതുപോലെ dq2/dt കാണുന്നത് ഇങ്ങനെയാണ്. രണ്ടാമത്തെ ഫോർമുല വെച്ചിട്ടാണ് കാണുന്നത്. പക്ഷെ ഇത് അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല കഴിഞ്ഞ വർഷം. അത്ര ബുദ്ധിമുട്ട് വരില്ല എന്ന് വിചാരിക്കാം. എന്തായാലും നിങ്ങൾക്കിത് ഇങ്ങനെ പഠിക്കാൻ അത് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട്സ് വായിച്ചു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് ആൻഡ് ഹെസ്സൈൻസ്, HESSINS, ഹെസ്സൈൻസ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് നമ്മൾ ഇതുവരെ പഠിച്ചത് ∂f/∂x അല്ലെ ∂f/∂y എന്നൊക്കെ പറയുന്നത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് ആണ്. ഈ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും ഒന്നുകൂടി ഡെറിവേറ്റീവ് ആണ്. ∂f/∂x കണ്ടില്ല, അതിന് ഒന്നുകൂടി ∂by∂x കാണുക, അല്ലെങ്കിൽ അതിനൊന്നുകൂടി ∂by∂y കാണുക, ∂f/∂x ഒന്നുകൂടി ∂by∂y കാണുക, അല്ലെങ്കിൽ ∂f/∂y കണ്ടിട്ട് അതിന് ഒന്നുകൂടി ∂by∂x ∂by∂y കാണുക. ഇങ്ങനെ ഇത്തരത്തിലാണ് നമുക്ക് രണ്ട് വേരിയബിൾ ആണെങ്കിൽ ഇത് പിന്നെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് ആയിരിക്കും. ഇതൊക്കെ ഇത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ∂f/∂xനെ ∂f/∂xനെ വിത്ത് റെസ്പെക്ട് എക്സും വിത്ത് റെസ്പെക്ട് വൈയും വേറെ വേറെ ചെയ്തിട്ട് ഫസ്റ്റ് റോയിൽ എഴുതുക. അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇല്ലേ ∂f/∂yനെ ∂f/∂yനെ വീണ്ടും അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് എക്സും വിത്ത് റെസ്പെക്ട് വൈയും കണ്ടിട്ട് സെക്കൻഡ് റോയിൽ എഴുതുക. ഇതിനെയാണ് നമ്മൾ ഹെസ്സൈൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ഹെസ്സൈൻ D²F എന്ന് പറയും. ഡി ആയിരുന്നു നേരത്തെ, അത് ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് മാത്രമല്ല D² ഇട്ടാൽ ഹെസ്സൈൻ മെട്രിക്സ് എന്ന് പറയും. അതിങ്ങനെയാണ്. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ∂f/∂x കാണുക, അതിനെ വിത്ത് റെസ്പെക്ട് രണ്ട് വേരിയബിൾ അനുസരിച്ച് ഫസ്റ്റ് റോയിൽ എഴുതുക. പിന്നെ ∂f/∂y രണ്ടാമത്തേനെ വീണ്ടും രണ്ട് വേരിയബിൾ അനുസരിച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് സെക്കൻഡ് റോയിൽ എഴുതുക. 4 ചാൻസാണുള്ളത്. ∂f/∂x ∂f/∂y ഉണ്ട് ഫസ്റ്റ് ഓർഡർ. അതിനെ വിത്ത് റെസ്പെക്ട് എക്സും വിത്ത് റെസ്പെക്ട് വൈയും, ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സും വിത്ത് റെസ്പെക്ട് വൈയും കാണുക, വിത്ത് റെസ്പെക്ട് എക്സും വിത്ത് റെസ്പെക്ട് വൈയും കാണുക, അത് ഫസ്റ്റ് റോയിൽ എഴുതുക. അപ്പോൾ രണ്ടാമത്തെ ∂f/∂y അങ്ങനെ തന്നെ വിത്ത് റെസ്പെക്ട് എക്സും വിത്ത് റെസ്പെക്ട് വൈയും കണ്ടിട്ട് സെക്കൻഡ് റോയിൽ എഴുതുക. ഇതിനെയാണ് ഹെസ്സൈൻ മാട്രിക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3 എണ്ണം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും വെച്ചാൽ 3 വേരിയബിൾ ഉണ്ടെങ്കിൽ ആദ്യത്തേത് ∂f/∂x ആണ്, രണ്ടാമത്തെ റോയിൽ ∂f/∂y-ൻ്റെതാണ്, മൂന്നാമത്തെ ∂f/∂z-നെയാണ് ചെയ്യേണ്ടത്. എങ്ങനെ? വിത്ത് റെസ്പെക്ട് 3 വേരിയബിളും. അപ്പോൾ ∂f/∂x ആദ്യത്തത്, അതിന് വിത്ത് റെസ്പെക്ട് 3 വേരിയബിളും ഫസ്റ്റ് റോയിൽ. പിന്നെ രണ്ടാമത് ∂f/∂y ഇല്ലേ, അതിനെയും വിത്ത് റെസ്പെക്ട് 3 വേരിയബിളിൽ എഴുതുക. പിന്നെ മൂന്നാമത് ∂f/∂z ഉണ്ടാവുമല്ലോ, അതിനെയും വിത്ത് റെസ്പെക്ട് 3 വേരിയബിൾസിൽ എഴുതുക. ഇങ്ങനെയുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആയിട്ടാണ് വരിക. ഇതാണ് ഹെസ്സൈൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ഹെസ്സൈൻ. ഓക്കെ. പിന്നെ യങ്സ് തിയറം എന്ന് പറഞ്ഞ ഒന്നുണ്ട്. യങ്സ് തിയറം എന്ന് പറഞ്ഞാൽ മിക്സഡ് ഡെറിവേറ്റീവ്സ് ഈക്വൽ ആയിരിക്കുന്നതാണ്. ഈ തിയറം പഠിച്ചായി. സപ്പോസ് f(x1, x2, xn belongs to C² എന്ന് എഴുതുക. ഇനി an ഓപ്പൺ റീജിയൻ J എന്ന് എഴുതുക. ദെൻ എന്ത് പറയാൻ പറ്റുമോ, ∂2f/∂xi ∂xj എന്നുള്ളത് ∂2f/∂xj ∂xi ആയിരിക്കും ഇൻ J. ഇത് ഡെറിവേറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ പ്രശ്നമില്ല, ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇതിനെയാണ് യങ്സ് തിയറം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ പഠിച്ചു വെച്ചാൽ യങ്സ് തിയറം ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാലോ അങ്ങനെ പഠിക്കുക. ഇപ്പോൾ വെരിഫൈ യങ്സ് തിയറം ഫോർ ഈ ഫംഗ്ഷൻ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് Q = kx⁻y⁻b. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ∂q/x y ഉണ്ട് ഇതിൽ. ∂q/∂x കാണാം, ∂q/∂y കാണാം. അതാണ് കണ്ടത്. വിത്ത് റെസ്പെക്ട് എക്സും വിത്ത് റെസ്പെക്ട് വൈയും കാണാം. വിത്ത് റെസ്പെക്ട് എക്സ് കാണുമ്പോൾ ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റാണ്. k(y⁻b) കോൺസ്റ്റൻ്റാണ്. ബാക്കി x⁻a ax⁻a-1 വരും. അതാണ് ഇവിടെ മൊത്തത്തിൽ എഴുതിയത്. ∂q/∂y കാണുമ്പോൾ kx⁻a കോൺസ്റ്റൻ്റാണ്. y⁻b-നെ by-b-1 എഴുതും. അങ്ങനെ ഇത് ഇങ്ങനെ എഴുതും. ഇനി ഇത് ഓരോന്നിനെയും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ
മിക്സഡ് ആയിട്ട് മാറി വരണം. അതാണ് ഇത് ഉണ്ടാവും, മാറി മാറി വ്യത്യസ്തങ്ങളായിരിക്കണം. എക്സ് ഐ എക്സ് ജെ. അപ്പോൾ ഡോ ക്യൂ ബൈ ഡോ എക്സിൻ്റെ അതിന് വിത്ത് റെസ്പെക്ട് വൈ, അതാണ് ഡോ ബൈ ഓഫ് ഡോ ക്യൂ ബൈ ഡോ എക്സ്. അതിനാണ് ചെയ്യേണ്ടത് വ്യത്യസ്തങ്ങൾ. ഡോ ക്യൂ ബൈ ഡോ എക്സിന് ഡോ ബൈ ഡോ എക്സ് അല്ല ചെയ്യേണ്ടത്, ഇത് വേറെ ആയിരിക്കണം. അങ്ങനെ ചെയ്യുക. അപ്പോൾ ഡോ ബൈ ഓഫ് ഇത് ഓൾറെഡി കണ്ടുവച്ചല്ലോ, അതിവിടെ ഉണ്ട്, അതെടുത്ത് എഴുതുക. വിത്ത് റെസ്പെക്ട് വൈ ചെയ്തതിനെ, അപ്പോൾ ഇങ്ങനെ കിട്ടും. അതുപോലെ തിരിച്ചും ഇതും കൊണ്ട് കൂടെ റോള് മാറാം. ഡോ ക്യൂ ബൈ ഡോ വൈനെ വിത്ത് റെസ്പെക്ട് എക്സ് ആക്കാം. ഡോ ക്യൂ ബൈ ഡോ വൈ ഇവിടെ ഉണ്ട്, അതിന് വിത്ത് റെസ്പെക്ട് എക്സ് കാണാം. പക്ഷെ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്, യങ്സ് തിയറം പറയുന്നത് അതാണ്. മാറി മാറി വന്നാൽ എക്സ് ഐ എക്സ് ജെ രണ്ട് വേറെ വേരിയബിളിനനുസരിച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഓർഡർ മാറിയാലും പ്രശ്നമില്ല. മനസ്സിലായി? ഓർഡർ മാറിയാലും പ്രശ്നമില്ല. ആദ്യം ഡോ എഫ് ബൈ ഡോ എക്സ് ജെനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഐ ആണ്. ഇവിടെ അങ്ങനെയല്ല, ഡോ എഫ് ബൈ ഡോ എക്സ് ഐന് വിത്ത് റെസ്പെക്ട് എക്സ് ജെ ആണ്. അതായത് ഡോ എഫ് ബൈ ഡോ എക്സിന് വിത്ത് റെസ്പെക്ട് വൈ കാണാം, തിരിച്ച് ഡോ എഫ് ബൈ ഡോ വൈനെ വിത്ത് റെസ്പെക്ട് എക്സും കാണാം. അത് രണ്ടും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് എന്ത് പറയുന്നത്, യങ്സ് തിയറി. അതിവിടെ ഒരു വെരിഫിക്കേഷനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഒരു പ്രോബ്ലമാണ്. ഫൈൻഡ് ദ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് ആൻഡ് ഹെസൻ മെട്രിക്സ് ഫോർ ദിസ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ എക്സും വൈയും മാത്രമേ ഉള്ളൂ. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് എഴുതുക. എന്നിട്ട് ഇതിൻ്റെ ഡോ എഫ് ബൈ ഡോ എക്സ് കാണുക, ഡോ എഫ് ബൈ ഡോ വൈയും കാണുക. ആദ്യം അത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്നത് നിങ്ങൾക്ക് അറിയാലോ, അത് വെച്ചിട്ട് ഇവിടെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്, കാണുക. എന്നിട്ട് ഈ ഓരോ ഫസ്റ്റ് ഡെറിവേറ്റീവിനെയും വേറെ വേരിയബിൾ, അതായത് വിത്ത് റെസ്പെക്ട് എക്സും വിത്ത് റെസ്പെക്ട് വൈ വേറെ കാണുക. എന്നിട്ട് അത് ഫസ്റ്റ് റോയിൽ എഴുതുക. ഇത് ഫസ്റ്റ് റോയിൽ എഴുതണം, മനസ്സിലായില്ലേ? അതുപോലെ രണ്ടാമത്തേനെ ഇങ്ങനെ തന്നെ വിത്ത് റെസ്പെക്ട് എക്സും വിത്ത് റെസ്പെക്ട് വൈയും കാണുക, അത് സെക്കൻഡ് റോയിൽ എഴുതുക. ഇതാണ് ഹെസൈൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, അതായത് ഡോ എഫ് ബൈ ഡോ എക്സ് കണ്ടിട്ട് അതിനെ വിത്ത് റെസ്പെക്ട് എക്സും വിത്ത് റെസ്പെക്ട് വൈയും, അതാണ് ഫസ്റ്റ് റോയിൽ. പിന്നെ ഡോ എഫ് ബൈ ഡോ വൈ കണ്ടിട്ട് അതിനെ വിത്ത് റെസ്പെക്ട് എക്സും വിത്ത് റെസ്പെക്ട് വൈയും സെക്കൻഡ് റോയിൽ. ഓക്കെ, ഇതേപോലെ നമുക്ക് ഫൈൻഡ് ദ ഹെസൈൻ ഓഫ് ക്യൂ. ഇതിൻ്റെ ഹെസൈൻ കാണണമെങ്കിൽ ഇവിടെ എക്സും വൈക്കും വരെ കെ എൽ ആണ്. അപ്പോൾ ആദ്യം ഡോ ക്യൂ ബൈ ഡോ കെ കാണും. അപ്പോൾ ഡോ ക്യൂ ബൈ ഡോ കെ കണ്ടാൽ അതിൻ്റെ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് കെയും വിത്ത് റെസ്പെക്ട് എല്ലും വേറെ കണ്ടാൽ അത് ഫസ്റ്റ് റോയിൽ എഴുതും. പിന്നെ ഡോ ക്യൂ ബൈ ഡോ എൽ കണ്ടിട്ട് അതിനെയും വിത്ത് റെസ്പെക്ട് കെയും വിത്ത് റെസ്പെക്ട് എല്ലും കണ്ടിട്ട് സെക്കൻഡ് റോയിൽ എഴുതുക. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് റോയിൽ വരിക ഡോ ക്യൂ ബൈ ഡോ കെയും ഡോ ക്യൂ ബൈ ഡോ എല്ലും ആണ്, കെയും എല്ലാം അതിലുള്ളത്, അത് ആദ്യം എഴുതുക. പിന്നെ ഓരോന്നിനെയും വീണ്ടും വിത്ത് റെസ്പെക്ട് കെയും രണ്ടുപേരും ഉണ്ട്, കെയും എല്ലുണ്ട്. ഓരോന്നിനെയും വിത്ത് റെസ്പെക്ട് കെയും വിത്ത് റെസ്പെക്ട് എല്ലും, അതാണ് ഡോ ബൈ ഡോ കെ ഓഫ് ദിസ്. അവരെ ഇതിനെ തന്നെ ഡോ ബൈ ഡോ എൽ കാണും, അതാണ് ഫസ്റ്റ് റോയിൽ എഴുതേണ്ടത്. ഈ കിട്ടുന്നത് ഫസ്റ്റ് റോയിൽ എഴുതും. അതുപോലെ രണ്ടാമത്തതിനെ ഡോ ക്യൂ ബൈ ഡോ എല്ലിനെ അങ്ങനെ തന്നെ വിത്ത് റെസ്പെക്ട് കെയും വിത്ത് റെസ്പെക്ട് എല്ലും കാണുക, അത് സെക്കൻഡ് റോയിൽ എഴുതുക. ഇതിനാണ് ഹെസൈൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ഹെസൈൻ മെട്രിക്സ് ഇത് ചോദിക്കാറുണ്ട്, ഇങ്ങനത്തെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് വായിച്ചിട്ട് പഠിക്കാൻ നോക്കണം. ഓക്കെ.